10 സ്വഭാവങ്ങളിൽ ഏറ്റവും മികച്ചു നിൽക്കുന്നത്, തലവനായി നിൽക്കുന്നത് ഹയാ ആണ്. ഔറത്ത് വെളിവാകുന്ന ഒരു ഭാഗവും ബാപ്പയും ഉമ്മയും മക്കളെ മുന്നിൽ പ്രദർശിപ്പിക്കാതിരിക്കണം. അത് ഹയാഇന്റെ ഒരു ഭാഗമാണ്. മക്കൾക്കും ഹയാ നന്നായി പഠിപ്പിക്കണം. പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഹയാ നന്നായി പഠിപ്പിക്കണം. അവരുടെ സംസാരത്തിലും സഹവർത്തിത്വത്തിലും സമ്പർക്കത്തിലൊക്കെ നല്ല ഹയാ വേണം. അവരെ ബഹുമാനിക്കുന്ന രൂപത്തിലുള്ള ഹയാ ഉണ്ടാക്കി തീർക്കണം. ഒരു ഫ്രണ്ട്സായിട്ടല്ല മാറ്റേണ്ടത് കുട്ടികളെ. അങ്ങനെ പലരും മാറ്റുന്നത്. മൂത്ത ആളും താഴെയുള്ള ആളും ഫ്രണ്ട്സായിട്ടല്ല മാറേണ്ടത്. പിന്നെയോ ബഹുമാനിക്കേണ്ട തരത്തിലുള്ള ഒരു ഹയാ അവരിൽ ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെയാണ് പഴയകാലത്ത് ഉമ്മമാരൊക്കെ ഉണ്ടാക്കിയത്. ഹസൻ ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെയും അലി ബിൻ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെയും ചരിത്രം നോക്ക് നിങ്ങൾ. ഒരാള് മറ്റൊരാളെ മുന്നിൽ 10 മിനിറ്റ് വ്യത്യാസത്തിൽ ആ ഭൂമിയിലേക്ക് വന്നത്. പക്ഷേ ആ മോനെ പറ്റി ഇളയ മോനോട് ഉമ്മാന്റെ വർത്തമാനം, മോനെ നിന്റെ മുന്നിൽ ദുന്യാവ് കണ്ട ആളല്ലേ, അതുകൊണ്ട് നീ നല്ല ബഹുമാനം കൊടുക്കണം. ജനങ്ങൾ പറയുന്നു ജീവിതത്തിൽ ഒരിക്കലും ആ ജ്യേഷ്ഠന്റെ മുന്നിലൂടെ ഒരിക്കൽ പോലും അനിയൻ നടക്കുന്നത് കണ്ടിട്ടില്ല, ഒരുമിച്ച് നടക്കുന്നതും കണ്ടിട്ടില്ല. ഇപ്പൊ മക്കളൊക്കെ ഫ്രണ്ട്സായി മാറിക്കുക. ഫ്രണ്ട്സായിട്ടല്ല വാപ്പമാര് മക്കളെ വളർത്തേണ്ടത്. ആ പരിഗണിക്കേണ്ട ബഹുമാന തലങ്ങൾ പരിഗണിച്ചുകൊണ്ട് വളർത്തണം. ഒരാള് മറ്റൊരാള് പേര് വിളിക്കുമ്പോ മൂത്ത ആളെ പേര് താഴെയുള്ള ആള് വിളിക്കുമ്പോ പേര് വിളിക്കരുത്. നീ നിന്റെ ഇക്കാക്കാന്ന് വിളിക്കണം. അതേ രൂപത്തിലുള്ള പേര് വിളിക്കണം, സൗന്ദര്യത്തിലുള്ള പേര് വിളിക്കണം, കാക്കാന്ന് വിളിക്കണം. മൂത്ത ആൾ അതിന് ബഹുമാനിച്ചുകൊണ്ട് വിളിക്കണം, അല്ലാതെ വിളിക്കാനാക്കരുത്. എങ്ങാനും എടാന്നുള്ളൊരു വാക്ക് വിളിച്ചു കേട്ടാൽ ബാപ്പ ശകാരിക്കണം, ഉമ്മ ശകാരിക്കണം, ആ വാക്കിന് മേലാലുണ്ടാകരുത് എന്ന് പറയണം. അങ്ങനെയാണ് അവരിൽ ബഹുമാനം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. ഇങ്ങനെയുള്ള ആ മഹത്വങ്ങളൊക്കെ ഒരുമിച്ചുകൂടി ആളുകൾ യശ്റബൂന മിൻ കഅസിൻ കാന മിസാജുഹാ കാഫൂറ, അവര്